ഞാനെങ്ങനെയാണ് കാരണന്മാർ എൻ്റെ വേല വിവീനെ വിളിക്കാറുണ്ടോ? വിവീനെ വിളിക്കാറുണ്ടോ? നമ്മുടെ വീഡിയോകളെ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ചെയ്യണേ. ആഴ്ചയിൽ 3 ഹൈപ്പ്. ആരാ വരുന്നേ? പെരുന്നാളിൻ്റെ ആഘോഷങ്ങളെല്ലാം നടത്താൻ പറ്റുക. പെരുന്നാളിൻ്റെ ആഘോഷം കഴിഞ്ഞു. പെരുന്നാൾ കഴിഞ്ഞപ്പോഴാണ് അവർ വന്നേ. പെരുന്നാൾ കഴിഞ്ഞപ്പോഴാണ് അവർ വന്നേ. അമ്മയുടെ ചെറുമക്കളാ വരുന്നേ. ശങ്കരി ആരാ വരുന്നേ? അമ്മ ഒത്തിരി നേരമായി നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? ആരാ എടുത്ത് ആടിയ? ആയി ആരാ ഇത്? ആ അതാരാ? ശരി പറടാ. കുട്ടു 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 കിട്ടു വലിയ ആളായില്ലേ? 3 വർഷമായി അവനെ കണ്ടിട്ട്. ഒറ്റ പറടാ. ആണ്ടെ അവിടെ എടുത്തു പോക്കണേ. ജോലി ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റാണോ? ഗവൺമെന്റിലാണോ ജോലി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ സിമെന്റ് ഇട്ടിരിക്കുന്നല്ലേ? ആ ശങ്കരിക്കുട്ടിയാ. വെട്ടം കുറവാണോ? വെട്ടമൊക്കെ ഉണ്ട്. വലിയ അമ്മേനെ കൊണ്ടുവന്നില്ലേടി? അതിനാ ശരി പണിക്കാർ ധാരാ ആരെങ്കിലും ഇത് വിവീനല്ലേന്ന് അങ്ങനെയല്ല. ഞങ്ങളെ കിട്ടുമോ നോക്കട്ടെ. പറയാനും ചോദിക്കാനൊന്നുമില്ല. ഇതൊക്കെ മനസ്സിലായി. അതെ അതെ. സാറിയില്ല. ബാടി ബാടി ഞങ്ങളുടെ പിടിച്ച്. ഹലോ നമ്മുടെ ചങ്കരിക്കുട്ടി. ചങ്കരി ആരാ? സെന്റിയാണോ? അവള് വന്നതല്ലേ? അപ്പൊ അമ്മയെ കാണാൻ വന്നതല്ലേ? കുഞ്ഞായിരുന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നു. മരിയ വരുന്നില്ലേടി? ആ അതെ കട്ടിയൊന്നും വെച്ചേക്കല്ലേ? വന്ന് ഈ ബാ നേരം വിളത്തിട്ട് കാണാം. ആ ഊലോ കൊതുക് കൊതുക് ലുലുവാളി പോയ? ആ ലുലുമാള അവിടെ എടുത്താ. അവിടുന്ന് എടപ്പള്ളിയല്ലേ? വലിയ ദൂരം ഇല്ലല്ലോ. മെട്രോയിൽ കയറിയാ?
മെട്രോയിൽ നമ്മൾ പണ്ട് വന്നപ്പോൾ ഒന്ന് കയറി അല്ലേ? നമുക്കൊന്നും ഓർമ്മയില്ല. ഇല്ലേ? ആ 5 വർഷമായില്ലേ? 5 വർഷമായില്ലേ? 5 വർഷമായി. അത് നമ്മളവിടെ മറ്റേ ബിനാലെ കാണാൻ പോയി അന്ന്. തുടങ്ങിയോ? തുടങ്ങിയിട്ടൊന്നുമില്ല. ഈ വണ്ടിയാണ് ആ വണ്ടി. അത് ജോസിയുടെ, എറണാകുളത്തെ ജോസിയുടെ പോലീസുകാരൻ്റെ വണ്ടിയാ. പോലീസുകാരൻ്റെ വണ്ടിയാ. അത് പോലീസുകാരൻ്റെ. പോലീസുകാരുണ്ട്. ആ പോലീസുകാരൻ്റെ വണ്ടിയല്ല, നമുക്ക് വിളിക്കാൻ ചോദിക്കാം പോലീസാണോന്ന്. കയറിച്ചല്ലേ ആൻറ്റി വിളിക്കുന്നു. വാ അമ്മ അതോട് വാ. ചായ വല്ലതും കൊടുക്കാം. ആ എടി ചായയൊക്കെ എടുത്ത് കൊടുക്കാം പിള്ളേർക്ക്. അമ്മ എടുത്ത് കൊടുക്ക്. എലിക്കുട്ടി എടുത്ത് കൊടുക്കാനേ ചായയൊക്കെ. ആര്? അന്നമ്മേ? അന്നമ്മയൊന്നുമില്ല, ഇവിടെയുള്ള മൊത്തം എലിക്കുട്ടിമാരാ. ഇവിടെയുള്ള മൊത്തം എലിക്കുട്ടിമാരാ, അന്നമ്മയൊന്നുമില്ല. ആ എലിക്കുട്ടി എവിടെ ഉള്ളു? ഒരു പട്ടിയുടെ അടുത്ത് ഇരിക്കുവാണോ? ആ അവനെ അടുത്ത് ചെല്ലുമ്പോൾ അവന് ചാടി കടിക്കാൻ വരും. ആ ബാ. ആ അതൊരു വണ്ടിയാ. ബാ അതോട്ട് വാ, അതോട്ട് വാ. വേണ്ട ഇതാരാന്ന് നോക്കി. അതോട്ട് പോയിട്ട് വിളിക്കാം. ആ അതോട്ട് നോക്കൂ. ആ അവളെ പിടിച്ചോണ്ട് നോക്കൂ. അതിനാ നിങ്ങൾ ഒറ്റയ്ക്ക് പോന്നേ? നിങ്ങൾ ആ ഉടനെ പണി എന്നാ അവനെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ല. അവനാണ് ഇവിടെ വന്നിട്ടുമില്ല. പൊക്കം വെച്ചാ പൊക്കം വെച്ചായിട്ട് എനിക്ക് തോന്നണില്ല. ആ ജീൻസ് സെറ്റ് പൊക്കം എനിക്ക് തോന്നുന്നു. പോലീസുകാരൻ്റെ വണ്ടിയാന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല. അവിടെ ഇരുന്നോ. ഇലക്ഷൻ്റെ കാരണം തിരക്കുണ്ടായിരിക്കുമല്ലോ. വഴി തിരക്കായിരിക്കുമല്ലോ ഇലക്ഷൻ്റെ പ്രശ്നം കാരണം. ഞങ്ങളൊരു 5 മണിക്ക് മുമ്പ് ആയിട്ടില്ല നടക്കാൻ വേണ്ടിയിട്ട്. ആണോ? എപ്പോ വേണ്ടായിരുന്നു. അതെന്റെ അപ്പയാണ്. ആ ഞാൻ ഈ സാധനമുള്ള ഇവിടെ എൻ്റെ പ്രൊഫസറൊക്കെ എൻ്റെ വീട്ടിലില്ല ഇത്. എന്ത് ഈ ഇന്നത്തെ ദിവസം പ്രദക്ഷിണമല്ലേ? പരിപാടികളൊക്കെ ഞാൻ കൊച്ചിന്ന് വരുന്നത്. തിരുനാളില്ലായിരുന്നു. തിരുനാൾ അവിടെ ഇല്ലെന്നാ ചോദിക്കുന്നത്. ഇല്ലല്ലോ. ഉണ്ട് കൊച്ചിയിലുണ്ട്. കൊച്ചിയില് അപ്പുറത്ത് ഇവിടെ 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 വന്നിരുന്നു. എന്ത് വിരാടാണ്? എല്ലാം അടിച്ചു പോയി. ഒന്ന് നന്നാക്കിയാണേ. അല്ല ഇടിവെട്ടിയല്ല, ഇടിവെട്ടിപ്പോയല്ല. ഒരു ദിവസം ഉച്ചയായപ്പോൾ ഓണാക്കിയിട്ട് ഒന്നും ഓണാകുന്നില്ല. അതൊന്ന് മുകളിലോട്ട് പൊക്കി വെച്ചടാ. അത് മുകളിലോട്ടൊന്ന് തിരിച്ചാൽ മതി. കാലല്ല, മുകളിൽ ഇത് തിരിച്ചാൽ മതി.
ആ അല്ലെങ്കിൽ ഈ മുകളിൽ ഇതാണ് പൊക്കിയാൽ മതി. ഇവിടെ വന്നിട്ട് അത് പൊങ്ങും. അത് കഴുത്തും കുത്തി ഇരിക്കുന്നു. വീട്ടിലേക്കുണ്ട് പറയും. എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാറുകൂടെ കുതിരക്കട്ടയാണ് ഈ വീട്. വീട്ടുപേര് കൊച്ചിനെ അറിയത്തില്ല. ആ കൊച്ചിൻ്റെ വീട്ടുപേര് അറിയത്തില്ലെന്നല്ലേ? കൊച്ചിൻ്റെ വീട്ടുപേര് കൊച്ചിനെ അറിയത്തില്ലെന്ന്. ആ ആ അത് കാരണം അവൾക്ക് അറിയത്തില്ല പറയാൻ. ആ ഞാറുകൂടെ കുതിരക്കട്ട. എനിക്ക് പറയാൻ പോകുന്നില്ല. നല്ല ചൂട് തണുപ്പില്ല കേട്ടോ. വഴികളൊക്കെ ഉണ്ട്. വഴിവിളക്കൊന്നും ഇല്ലെന്നേ. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രം ഗവൺമെൻറ്റാണെങ്കിൽ അത് ചെയ്യുന്നത്. അത് ഗവൺമെൻറ്റിനോട് പറയാൻ ആവശ്യപ്പെടണം. നമ്മൾ അങ്ങനെ ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും പറ്റുമോ? ഇല്ല അവർ വന്നനുസരിച്ച് ഒന്നും ചെയ്യാൻ. നല്ല ചൂടാണ്. ചൂടുണ്ട്. നമുക്ക് ഒച്ചരാണ്. നമുക്ക് വേണ്ട വെള്ളം തന്നെ. കുതിരക്കട്ടെ അമ്മേ ഉതിരക്കട്ടയിലെ ശങ്കരിക്കൊട്ടിയാ. അത് ഉതിരക്കട്ടയിലെ ശങ്കരിയാ. ശങ്കരി. ആ ചങ്കരി. ചങ്കരിയല്ല ചങ്കരി. ചങ്കരിയാണ് അമ്മയുടെ. ചങ്കരി അമ്മയുടെ മൂത്ത മകന്റെ മോളല്ലേ? ആ ടോമിയുടെ മോള്. ആ മോൻ ഈ ഇരിക്കുന്നത് കിട്ടും. ആ ചങ്കരിയും കിട്ടും. പിള്ളേരൊക്കെ ഇവരൊക്കെ അകന്ന താമസം ആയതുകൊണ്ട് ഒന്നും അറിയത്തില്ല. ആ അത് ശരിയാ. എല്ലാം മനസ്സിലായത്. അമ്മ 6 വയസ്സ് വരെ അവനെ വളർത്തിയതാ. അതെ അവനെ 6 വയസ്സ് വരെ അമ്മ വളർത്തിയതാ. ആണോ? അത് ശരി. വീട്ടുപേരാണോ? കുതിരക്കട്ട ഞാറുകളാണ്. പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിച്ചോ? ഓ എന്നെ കഴിക്കാനാണ്. വൈകുന്നേരത്തെ ചായ കഴിക്കണ്ടേ? ഇച്ചിരി കഞ്ഞി അതും പപ്പായ ഇവിടെയെങ്കിലും ഇല്ലേ? പപ്പാമാര് 4 പപ്പാമാരുണ്ട് ഇവിടെ. 4 പപ്പാമാരുണ്ട്. 4 പപ്പാമാരുണ്ട് ഇവിടെ ഇപ്പം. 4 പപ്പായ. ആ ആ അതല്ലോ പ്രധാനപ്പെട്ട ആള് ഇവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളാരാ? ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളാരാ? ആരാ? ആ എനിക്കറിയത്തില്ല. ഇല്ല എനിക്കറിയത്തില്ല. എൻ്റെ പുറന്തള്ളിയായി മതി. കുടുംബമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് അറിയത്തില്ലാത്തല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബജീവിതം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഇല്ലാതാ ഇങ്ങനെയൊക്കെ പറയണം. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പൈസ കൊണ്ടും ഒക്കെ ചെയ്യണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളെ എലിക്കുട്ടിയല്ലേ? ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളെ എലിക്കുട്ടിയാ. ആളെ എലിക്കുട്ടിയാന്നേ. എലിക്കുട്ടി. ഞാനെങ്ങനെയാണ്? പിന്നെ ആരാ? ഞാനെങ്ങനെയാണ്? കാരണന്മാർ എൻ്റെ മേലെ എന്നെക്കാളും മേലെ ഉള്ളവരൊക്കെ ഒക്കെ ഉണ്ട്. പിന്നെ അവരുള്ളപ്പോൾ പിന്നെ ഞാനെങ്ങനെ? ആ ഇവിടെയുള്ള മെയിൻ ആളെ എലിക്കുട്ടിയാ. ഇവിടെയുള്ള മെയിൻ ആളെ എലിക്കുട്ടിയാ. ഇവിടെയുള്ള മെയിൻ ആളെ എലിക്കുട്ടിയാണ് ഈ വീടിൻ്റെ. ഇവിടുത്തെ മെയിൻ ആള് എലിക്കുട്ടിയാണ്. മുക്കിയ ആള് എലിക്കുട്ടി. ഞാനല്ല. ഞാനിവിടുത്തെ വ്യക്തിയാണെന്ന് ഒരുപാടുകാർക്കൊക്കെ അറിയാം. അതിനെന്നാ പ്രത്യേകിച്ചുമല്ലോ.
എന്നിട്ട് അമ്മ എന്ത് ചെയ്യും? ചെയ്യാവുന്നതൊക്കെ ഓരോന്ന് ചെയ്യാം. വീട്ടിലായിരുന്നു. അമ്മേനെ കൂടെ കൊണ്ടുവരാന്നല്ലായിരുന്നു. അവിടെ പണി നടക്കായിരുന്നു, പിന്നെ പണിക്കാരുണ്ടായിരുന്നു. സോ അവിടെ തന്നെ വീടിന് തന്നെ പണി പുളിച്ചോണിയാണോ? നീ ഒന്ന് മുറി കൂട്ടിയെടുക്കുവാണോ? വീട്ടിൽ പണി ചുമ്മാ പറയണേ. അവനെ കൊണ്ടുവരാൻ പറ്റില്ല. അവനാണേലും ഇവിടെ വന്നിട്ട് ക്ലാസ് ഉണ്ടായി. ക്ലാസ് ഉണ്ട്. ഇവരെല്ലാം വരുമ്പോൾ അവരെ ഒഴിവാക്കി വരും. അല്ല, അവനെ കൊണ്ടുവന്നോണ്ട് അവൻ വരുമ്പോ 5 പിന്നെ വീണ്ടും പോയി. ആ വൈകല്ലേ സാബു അങ്ങോട്ട് പോരാ. അത് അങ്ങനെ പോയി. നിങ്ങളെന്താ സ്റ്റില്ലായിട്ടിരിക്കണേ? അമ്മച്ചി കിട്ടുകുട്ടിയെ മനസ്സിലായില്ലേ അമ്മച്ചിക്ക്? കിട്ടുകുട്ടീനെ മനസ്സിലായില്ലേ? കിട്ടൂസിനെ. അതെ, കിട്ടൂസല്ലേ അമ്മയുടെ? കുട്ടൂസല്ലേ? മനസ്സിലായില്ലെന്ന്. ആ? അത് മനസ്സിലായി പയ്യൻ ആയാൽ മതി. പെട്ടെന്ന് മനസ്സിലായിട്ടെന്നാ കാര്യം. ആ മനുഷ്യനുണ്ട്. ഇത് മനസ്സിലാക്കണം. അതാരാണ്? മോള് തന്നെയുള്ളൂന്ന്. ഇവിടുത്തെ ഇല ഏലിക്കുട്ടിയാ കേട്ടോ. ഇവിടുത്തെ ഇല ഏലിക്കുട്ടിയാ. അത് ഇവിടുത്തെ ഇല ഏലിക്കുട്ടി. എങ്ങനെയെങ്കിലും ആയിക്കോ, ഏ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. ആ മനസ്സിലായോ? ഇത് രണ്ടാമത്തെ ഏലിക്കുട്ടി. മൂത്ത ഏലിക്കുട്ടി വരാൻ പോണേ ഉള്ളൂ. പേര് പറയണ്ട. അപ്പോൾ എനിക്ക് എല്ലാവരും ഏലിക്കുട്ടിമാരല്ലേ? ഏലമ്മമാരാ. എലിസബത്തുമാരാണ്. ഇവിടെ ഇരിക്കടി. അമ്മയൊന്നില്ലേടി? ആ അവിടെ ഇരുന്നോണ്ടിരിക്കില്ല. അവിടെ എവിടെയെങ്കിലും അതുകൊണ്ട് എല്ലാ ദിവസവും എന്റെ റിസൾട്ട്സ് വന്നിട്ടില്ല, ഡിഗ്രിക്കൊന്നും തുടങ്ങിയില്ലല്ലേ? തുടങ്ങിയിട്ടില്ല. ഇപ്പമുള്ള PDC. എക്സാംസ് എല്ലാം തീർന്നത്. PDC. അത് എനിക്ക് പറയണം, പറഞ്ഞാൽ മനസ്സിലായില്ല. PDC കഴിഞ്ഞെന്നാ പറഞ്ഞ. ആര് മാറും ഇവിടെ എങ്ങോട്ട്? PDC കഴിഞ്ഞെന്നാ പറഞ്ഞ. PDC ഡിഗ്രിക്കോ? ആ PDC അത് തന്നെ. അങ്ങനെയല്ലേ? ആ അതുപോലെ അതൊന്നുമല്ല. ഒന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്ലിക്ക് ഇടാനായിട്ട് പിന്നെ 10ാം ക്ലാസ് പാസ്സായാൽ പിന്നെ അടുത്ത ഇതല്ലേ ആൺകൊച്ചക്കാരും പെൺകൊച്ചക്കാരും. പിന്നെ അവർ അതിനകത്ത് നീ പറഞ്ഞു നോക്കിക്കേ. അവളെ പഠിപ്പിക്കണം കേട്ടോ. പഠിപ്പിക്കണേ. പഴയ വയ്ക്കാൻ സുഖമായിരിക്കും. സുഖമാണോ അമ്മ? ഒന്നും നല്ല അമ്മയ്ക്ക് സുഖമാണോ? വന്നിട്ടില്ല. അമ്മ ചോദിച്ചാൽ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അവള് നിന്നോട് അത് ചോദിക്കുകയാണ് അതിന്റെ സുഖമാണോ? അമ്മയാണ്, അതിന്റെ അപ്പയാണ്. ആണോ? അവർ രണ്ടുപേരും അല്ലേ? ഇനി ഇവിടെ ഇരിക്കുന്ന ആരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ചെയ്തു. പിന്നെ ഈ കുഞ്ഞുമോളോ അറിയാം. പറഞ്ഞോട്ടെ. എന്റെ കസിന്. അത് റൈറ്റ് അല്ലേ? അതെ സാവു അങ്കിളിന്റെ ചാച്ചൻ്റെ മോൻ. ഞാനെല്ലാം പറയണ്ടത്. മലയാളം പഠിപ്പിക്കുവാടി. ഡോക്ടർ നോക്കേണ്ടി എടുത്താണോ? വെട്ട കത്തിച്ചിട്ടെന്നാൽ ഇച്ചിരി നേരത്തേനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഈ തണുപ്പ് കാരണം അതാ. അത് വരാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വെട്ടവും വെള്ളവും മഴക്കാലം ആകാശം മുഴുവൻ മഴക്കാലമെന്ന് പറഞ്ഞു. ഇവിടെ ആൾക്കാരല്ല പോയത്. ആ ആരാ?
ചെന്ന് നോക്ക് അത് വല്ല കേട്ടില്ല. അതാരാ പിന്നെ? ആരാണ്ട് ഞാൻ അറിഞ്ഞോ? നമ്മ നോക്കി എനിക്കിരുത്തില്ല. എൻ്റെ വീട്ടിൽ അടുത്ത് കിടക്കുന്നവരാണ്, അയലോക്കാരാണ്, സ്വന്തപ്പെട്ടതാണ്. പിന്നെ അങ്ങനെയാണ് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇതൊന്നും അറിയാതെ ഇങ്ങോട്ട് ആരാരല്ല എന്നോട് ചോദിച്ചാൽ എനിക്കറിയാം. ഞാനാരാ പച്ചി? ഞാനാരാ? എൻ്റെ മോനെ എനിക്ക് അറിയത്തില്ല. ആലോചിച്ച് ചോദിക്കേ, ആലോചിച്ച് ചോദിക്കേ. ആലോചിച്ചോ? ആലോചിക്കാനൊന്നുമില്ല. ആലോചിച്ച് നോക്ക്. മറന്നു പോവും ആദ്യത്തെ കാര്യം. ആലോചിച്ച് ചോദിക്കേ ആരാന്ന്. ആരാന്ന് ആലോചിച്ച് ചോദിക്കേ. ആദ്യം ആരാന്ന് ആലോചിച്ച് നോക്ക്. ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? പപ്പായിനോ? എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? അതൊന്നും മനസ്സിലായില്ലേ? അതുകൊണ്ട് കാര്യമായോ? നേരത്തെ സുഖമൊക്കെയാണോ? സുഖ. മോള് താമസിക്കുന്ന സ്ഥലം എവിടെയാണ്? പത്തനംതിട്ട. ആ അവിടെയാണ്. അവൻ തന്നെയാണോ പോകുന്നത്? അവിടെ തന്നെയാണോ ഇങ്ങോട്ട് ആ പോകുന്നത്? അതെ. ആണോ? പപ്പായും മമ്മി ആരും ഇല്ലേ? പപ്പായും അമ്മയല്ലേ നിൽക്കുന്നേ? മമ്മിയെ? അമ്മയല്ലേ ഇത്? അപ്പം നിന്നെ തന്നെയാണോ കിട്ടുന്നത് അങ്ങോട്ട്? അതെ. ഇവരാരും പോകുന്നില്ലേ? ഇല്ല, പിന്നെ ഞാൻ തന്നെ പോയത്. ഞാൻ പഠിക്കാൻ പോയതല്ലേ? ഞാൻ പഠിക്കാൻ പോയതല്ലേ? അതെ, എന്നാലെന്നാ കാരണവരങ്ങൾ കൊടുത്തു പോരണ്ടേ എന്നെ ഒരാളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി ആരായിരിക്കും. ആരായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ആലോചിക്കാനൊന്നും പറ്റിയല്ലോ. ഒന്ന് രണ്ട് ദിവസമൊക്കെ കാണുകയോ അറിയുകയൊക്കെ ചെയ്യാതെ അറിയത്തില്ല. വിവീനെ വിളിക്കാറുണ്ടോ? വിവീനെ വിളിക്കാറുണ്ടോ? വീട്ടിലായാലും പിന്നെ വിവീന ഇവിടെ ഉണ്ടല്ലോ. എന്ത് ചെയ്തിട്ട്? പഠിക്കുവോ? എവിടെ വിവീന? എവിടെ വിവീന? ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നില്ലയാ? ഇന്നും ഇവിടെ ഇല്ലേ? ഇവിടെയുണ്ട്. ഇവിടെയുണ്ട് അമ്മച്ചി. വിവീന എന്തിയെ? ഞാനാ. ഇങ്ങ് നോക്കിയതാരാ? നീയാന്ന്? ഞാനാ വിവീന. ആണോ? മറന്നുപോയോ? ഞാൻ മറന്നുപോയി. സാരമില്ല. കാണാതിരുന്നപ്പോൾ ഒത്തിരിനാളായില്ലേ? ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ല. 1.5 മാസമില്ല. ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ല. അതാ ആ അതേനെ. ഒരാഴ്ച ഒന്നെങ്കിലും കാണണം. എന്നാലുള്ള മക്കളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് തിരിച്ചറിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരോട് കാലും കൈയും ചോദിച്ചു പറഞ്ഞു അത് എത്ര നാൾ കൊണ്ടാണ് ഈ പ്രാവശ്യമായിട്ട് മനസ്സിലാവുന്നേ. എല്ലാ പ്രാവശ്യവും മനസ്സിലാവുന്ന. ഈ പ്രാവശ്യം വന്നപ്പോൾ അമ്മച്ചി എന്നെ മറന്നുപോയത്. ആരാ? അമ്മച്ചി. ആരെയാ? എന്നെ. അല്ല, ഞാൻ നിന്നെ കണ്ടിട്ട് ഒത്തിരി ആയില്ല. 1.5 മാസമായി. അപ്പോൾ പിന്നെ ഇങ്ങനെ മോളെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കണം. കൊച്ചിനിപ്പോൾ എത്ര വയസ്സുണ്ട്? 20. അപ്പോൾ അതിനോടകത്ത് എത്ര ദിവസമാണ് കണ്ട ഇവിടെ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. 18ാമത്തെ വയസ്സിലല്ലേ ഞാൻ പോയേ? 18 18 വയസ്സിലല്ലേ പോയെ? അത്രയും പോയപ്പോൾ നല്ലൊരു പ്രായമല്ലേ? അമ്മച്ചിക്ക് അപ്പൊ തന്നെ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ തന്നെ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഓർക്കാൻ വിഷമമില്ലായി. എന്നാൽ എനിക്ക് ഓർമ്മയുള്ള സമയമാണ് നോക്കുപോലെ. ഇപ്പം മോളെ പഠനം കഴിഞ്ഞോ? ഇല്ല, പഠിച്ചോണ്ടിരിക്കുക. നഴ്സിംഗിന് പോയോ? നഴ്സിംഗിനാണോ പഠിക്കണത്? ആണോ? അതെവിടെയാ? പത്തനംതിട്ട. അവിടെയാണ്. ഇവിടെയാണോ വീട്? അല്ല, വീട് ഇവിടെയാ. ആണോ? ഞാറുകുളം ഉതിരക്കെട്ട് അറിയത്തില്ലേ? അതാ വീട്ടുപേര്. നമ്മളെ എല്ലാം അങ്ങനെയാണ്. എല്ലാം ഞങ്ങൾ പോലെയാണ്. ഒരു ഉമ്മ തരുമോ? ഉമ്മ തരുമോ? എന്ന് കാണും. എന്നോ? ഞാൻ വിട പറഞ്ഞു പോവല്ല. ഞാൻ വിട പറഞ്ഞു പോവല്ലെന്ന്. പഠിക്കാൻ പോകണ്ട. പഠിക്കാൻ പോണം. സൗദിക്ക് വന്നാ. ഇനി ഇപ്പം മോള് എത്രാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച്? അതല്ല, ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ കോളേജാ. ആണോ? കോളേജിൽ പഠിച്ചോണ്ടിരിക്കണം. കോളേജ് പഠിച്ചിട്ട് പിന്നെ എന്താ പഠിക്കാൻ പോകണം? കോളേജ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകണം. നേഴ്സല്ലേ? നേഴ്സ്. പള്ളിക്കൂടത്തിലൊക്കെ പഠിപ്പിക്കാൻ പോയ ഭയങ്കര പാടെപ്പോഴും പിള്ളേരൊക്കെ. പള്ളിക്കൂടത്തിലൊന്നും അല്ല പഠിപ്പിക്കുന്നത്. എന്നാൽ പിന്നെ അതിനൊക്കെ അതുകൊണ്ടുള്ള വന്നാൽ ഒന്നും മനസ്സിലാവുള്ളൂ. അപ്പം എന്നെ വിപരീത അതുകൊണ്ട്. ചായ കുടിച്ചോ? ചായയൊക്കെ എത്ര നേരത്തെ കുടിച്ചാൽ മതി.
എത്ര പ്രാവശ്യം കൊടുത്ത കഞ്ഞി കുടിക്കണ്ടേ? നീ അത്താഴം കഴിഞ്ഞ് ഉച്ചക്കത്തെയൊക്കെ കൊടുത്ത പള്ളിയിലെ പെരുന്നാൾ പോയോ? പള്ളിയിലെ പെരുന്നാൾ പോയോ? തിരുനാളിനോ? ആ ഇന്നലെ ഇവിടെ തിരുനാളായിരുന്നല്ലോ. ഇവിടെ പോയില്ല. അതിനെ പോയിരുന്നേ? രോമം കൊണ്ടുപോയില്ലേ? രോമം കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയൊന്നുമില്ല. ഞാൻ പോകണമെങ്കിൽ അവനവൻ തന്നെ പോകണം. ഞാൻ പോയില്ല. പോയി അങ്ങോട്ട് ഇങ്ങോട്ട് പോകും വരുമെന്ന് ഓർമ്മയില്ല. മോളെ ഏത് വഴിയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഈ പ്രായമെല്ലാം തോന്നും പുറത്തേക്കൊന്നും പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഒരു നിശ്ചയമില്ല, ഒരു ഓർമ്മയില്ല, ഒരു കൂട്ടം. പിന്നെ വീട്ടിലാണേലും മക്കളോട് വല്ലതും ചോദിച്ച് മക്കളോടൊക്കെ ചോദിച്ചും പെറുക്കിയൊക്കെ വേണം ഓരോ കാര്യം നടത്താൻ. എല്ലാം നിശ്ചയമില്ല. മാവിടെ പപ്പായും മമ്മിയൊക്കെ സുഖമായിരിക്കണം. ജോമോൻ അത് ജോമോള് ജോമോളാണ് മോള് മോള്. അതെ അതെ. ആണോ? സന്തോഷം. ആയിരിക്കുന്ന ആളാണ്. അതാണ് ജോമോള്. മോളിപ്പം വട്ടെല്ലാം കഴിഞ്ഞാൽ ഇല്ല, പഠിച്ചോണ്ടിരിക്കുക. വോട്ടിന് വന്നതാ, വോട്ട് ചെയ്യാൻ വന്നതാ. അമ്മച്ചിക്കുണ്ടോ വോട്ട്? വോട്ടോ? പിന്നെ ജോലിക്കുള്ള പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഓട്ടം. അതൊക്കെ ഇനിയിപ്പോൾ പനി ജോലിയൊക്കെ ഒന്നും കിട്ടണ്ടേ, അതിനൊരു പരീക്ഷ എഴുതി ജയിക്കണ്ടേ. പിന്നെ കാണാൻ ഇവിടെ വന്നല്ലോ ആരാണ്ടൊക്കെ. ആരാ? ഒരു പിന്നെ ഒരു വെട്ടം മഞ്ഞുണ്ട്. അതാരില്ല. ലൈറ്റാ. ആണോ? നിറയില്ല. ആൾക്കാരുണ്ടോ? എന്റെ ബാഗാ. ആ ബാഗ്. അതും എന്റെ ബാഗാ. ഡിഗ്രിയും ജയിച്ചു. ഇപ്പൊ കോളേജിൽ കയറി. ഡിഗ്രി പഠിക്കാൻ പോയില്ല. ഡിഗ്രി പഠിക്കുക. ആണോ? 3ാമത്തെ വർഷമാ. ശരി. കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാം. അത് ജോലിക്ക് പോകണം. നേഴ്സുമാരല്ലേ ഇഷ്ടം? നേഴ്സുമാരല്ലേ ഇഷ്ടം? എനിക്കങ്ങനെയൊന്നുമില്ല. അത് സ്വഭാവത്തിൻ്റെ കുളം പോലെയുള്ള നമുക്ക് മറ്റൊന്നും കണ്ടിട്ട് കാര്യമില്ല. നമ്മളോട് സ്നേഹവും പെരുമാറും നമ്മളെ മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നത് കൊച്ചുങ്ങളാണ് നമുക്ക് ഏറ്റവും നല്ലത്. ബാക്കിയൊന്നും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതേ പറയാതെ ഇരിക്കുകയല്ല. അങ്ങനെ ഇരിക്കാൻ പറ്റിയല്ല. ഏത് മക്കളായാലും വിളിക്കുകയും പറയുകയും ചെയ്യണം. പറ്റാവുന്നതൊക്കെ ചെയ്യണം, കൊടുക്കണം. അതൊക്കെ അതാരാ ഇരിക്കുന്നത്? അതാരാ? ഏതാ? അവള് ഇവിടെ ഉണ്ടാകുന്ന പെണ്ണാണ്. ഏത് പെണ്ണാ? ഏത് പെണ്ണാ? ഏതാണ് അവൾ പോയി പോയി കഴിയാം. കാണുമെന്ന് എനിക്കറിയില്ല. അവളോട്ട് വെച്ചാൽ മോളറിയോ? അവളെനിക്കറിയാം. നിങ്ങൾ കണ്ട ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് പോകുന്നത്? എപ്പോ? ഇന്ന് പോകുന്നത്? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ആണോ? അപ്പൊ അവളും ഒറ്റയ്ക്കാ വന്നത്. ആണോ? അത് ശരി. സമയം അന്നേരം ഉണ്ടായിരുന്നുള്ളായിരിക്കും. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ നടത്തണ്ടേ, പ്രായത്തിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ഇപ്പോഴും സമയം കിട്ടിയല്ല. നമ്മൾ ചെയ്താലും മറ്റുള്ളവർക്കിട്ട് അത് ഉപരിയാവുമല്ലോ. ഇപ്പൊ തിന്നണ്ട, ചായക്ക് കഴിച്ചാ മതി. ചായക്ക് കഴിച്ചാ മതി. പൊട്ടിക്കണോ? ഇപ്പൊ കഴിക്കണോ? എനിക്ക് വേണമെന്നില്ല. പഠിച്ചേരാ. കഴിച്ചിട്ട് പിന്നെ നമുക്ക് ചോറ് കഴിച്ചു. എന്റെ
ഈ പറഞ്ഞ വെക്കട്ടൊന്നും ഈ മധുരമുള്ളതൊന്നും ഒത്തിരി ഇഷ്ടമില്ല. അത് ഞാൻ വിശ്വസിക്കത്തില്ല. ഇങ്ങനെ എടുത്തോ, ഞാൻ എന്റെ കൈ എടുത്തോ, അവിടെ ഞാൻ പിടിക്കാത്ത. ഇങ്ങനെ എടുത്തോ. കഴിച്ചു കഴിക്കാം, നല്ലതാണോ? പുതിയ വാസന, പുതിയ ഡിസൈനാ ബിസ്ക്കറ്റില്. പുതിയ ഡിസൈനാ, പലതരത്തിലുള്ള ഡിസൈൻ. ഇവിടുന്ന് മേടിച്ചല്ലോ. ഇവിടുന്ന് മേടിച്ചാ? ആണോ? ഞാൻ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് മേടിച്ചാ. അവിടെ ഇന്ന് പറഞ്ഞോട്ട് എടുത്തോ, ഇത് പിന്നെ കഴിച്ചാൽ മതി. ചായയുടെ കൊടുത്തി ജോമോള് തന്നോളൂ ചായക്ക്. ജോമോള് പിന്നെ തന്നോളൂ അമ്മച്ചിക്ക് ചായക്കുന്ന. കഴിച്ചത് രാത്രി ചോറ് കഴിക്കാതെ ഞാൻ പൊട്ടിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, എലിക്കുട്ടിയമ്മയുടെ ഈ വീഡിയോ 3 പാട്ടായിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇന്നലെ ഒരു പാട്ട് ഇട്ടു, ഇന്ന് സെക്കൻഡ് പാട്ടാണ്, നാളെ തേർഡ് പാട്ടാണ്. നമ്മുടെ വീഡിയോകളിൽ പൊതുവെ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2 പാട്ടായിട്ട് ഇടുന്ന വീഡിയോകൾ രണ്ടാം പാട്ടൊന്നും അധികം ആൾക്കാർ കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ രണ്ടാം പാട്ടിലേക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഉള്ളത്. മിക്ക വീഡിയോയ്ക്കും 2 പാട്ടിട്ടിരിക്കുന്നതിനകത്ത് രണ്ടാം പാട്ടൊന്നും വരെ കണ്ടിട്ടില്ല. ഇത് നമ്മൾ 3 പാട്ടാണ്. ഇന്നലത്തെ ഭാഗം ഒരു പാട്ടായിരുന്നു, ഇന്നത്തെ ഭാഗം സെക്കൻഡ് പാട്ടാണ്. അതിലും ഇമ്പോർട്ടൻ്റ് പാട്ടാണ് 3-ാം ഭാഗം വരുന്നത്. എലിക്കുട്ടിയമ്മയുടെ കൊച്ചുമക്കൾ എല്ലാവരും തന്നെ 2 മക്കൾ നീക്കി ബാക്കി എല്ലാവരും സംഗമിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വരുന്നത്. 2 പേര് പെങ്ങളുടെ മക്കൾ ഇവിടെ ഇല്ല, ഒരാൾ കാനഡയിലും ഒരാൾ ഓസ്ട്രേലിയയിലുമാണ്. അവർ ഒരുമിച്ച് കണ്ടുകിട്ടാനും പാടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നീക്കി ബാക്കി എലിക്കുട്ടിയമ്മയുടെ മക്കളെല്ലാം നാളത്തെ ഭാഗത്തിലുണ്ട്. മക്കളും കൊച്ചുമക്കളും പെങ്ങളും ഇവിടെ ഇല്ലല്ലോ, പെങ്ങളും ഓസ്ട്രേലിയയിലാണല്ലോ. ബാക്കി എല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ ആ സംഗമം നിങ്ങൾക്ക് നാളെ കാണാൻ പറ്റും. ആരും അത് മിസ് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗത്ത് വന്നത്. കാരണം നമ്മുടെ മിക്ക വീഡിയോയ്ക്കകത്തും നല്ല തമ്പലയും നോക്കിയിട്ട് ചിലർ ഒന്നും കാണുന്നില്ല. തമ്പലയും ചിലപ്പോൾ നമ്മൾ തിരക്കിട്ട് തമ്പലയും ചെയ്യേണ്ട വരുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ഇതൊന്നും കൊടുക്കാറില്ല. പക്ഷേ ആ വീഡിയോകളാണ് കൂടുതലും, നല്ല വീഡിയോകളാണ് കൂടുതലും ആൾക്കാർ കാണാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് പറയാൻ കാര്യം. കൂടുതൽ ആൾക്കാർ കാണുന്നത് ഈ തമ്പലയും നോക്കിയിട്ടാന്ന് തോന്നും, അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പമാണ്. പക്ഷേ നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്ത് കാണുക, അപ്പോഴത്തേനും നിങ്ങൾക്ക് നല്ല വീഡിയോ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും, കൂടുതലായിട്ടുള്ള നല്ല വീഡിയോകൾ. അപ്പോൾ അതുകൊണ്ട് നാളത്തെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതിൻ്റെ പാട്ട് ബാക്കി നാളെ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അത് മിസ് ചെയ്യരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗം നാളത്തെയാണ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.